തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അവസാനത്തിലേക്ക് വരികയാണ്. ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. നമ്മുടെ കൂടെ BJP ജില്ലാ നോർത്ത് വൈസ് പ്രസിഡന്റ് AV സനിൽ ഉണ്ട്. ഒപ്പം ഇദ്ദേഹം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മാട്ടൂൽ ഡിവിഷൻ BJP സ്ഥാനാർത്ഥി കൂടിയാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു ജില്ലയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇപ്രാവശ്യം എങ്ങനെയായിരിക്കുമെന്നാണ് കരുതുന്നത്? എവിടെയൊക്കെ താമര വിരിയിക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? കണ്ണൂർ നോർത്ത് ജില്ലാ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വളരെ ഗൗരവമായിട്ടാണ് കണ്ടിട്ടുള്ളത്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ കാണുന്നതിനേക്കാൾ അപ്പുറം ഒരു 6 മാസത്തിന് മുൻപേ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങിയതാണ് ഭാരതീയ ജനതാ പാർട്ടി. അപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ നോർത്ത് ജില്ലയിലെ ഒരുപക്ഷെ CPM-ഉം കോൺഗ്രസും അതുപോലെ UDF-ഉം LDF-ഉം പ്രതീക്ഷിക്കാത്ത പല സീറ്റുകളും ഞാനിപ്പോൾ ഞാൻ മാട്ടൂൽ ഡിവിഷൻ സ്ഥാനാർത്ഥി കൂടിയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഡിവിഷനിലെ പല വാർഡുകളിലും കയറി ഇറങ്ങിക്കൊണ്ടാണ് ഈ അവസാന നിമിഷം എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഒരു നിശബ്ദമായ ഒരു വോട്ടിംഗ് ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി നടന്നിട്ടുണ്ട്. അപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ, NDA സ്ഥാനാർത്ഥികൾ നിങ്ങൾ വിചാരിക്കുന്നതിലപ്പുറം ഇവിടെയുള്ള LDF-ഉം UDF-ഉം പ്രതീക്ഷിക്കുന്നതിനപ്പുറം ഭാരതീയ ജനതാ പാർട്ടി വലിയൊരു മുന്നേറ്റം ഈ നോർത്ത് ജില്ലയിൽ ഉണ്ടാക്കും. അതുപോലെ തന്നെ ഈ മാട്ടൂൽ ഡിവിഷനിലും ബ്ലോക്കുകളിലും ജില്ലാ പഞ്ചായത്തുകളിലും വാർഡുകളിലും ഇതിനനുസരിച്ചുള്ള ഒരു മുന്നേറ്റം ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ടാവും. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള പ്രത്യാരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോ ഇടതുപക്ഷ നേതാക്കൾ ഉൾപ്പെടെ ഈ മാടായി മാട്ടൂൽ ഭാഗത്തുള്ള പല പഞ്ചായത്തുകളിലും ചെറുതാഴം ഉൾപ്പെടെ പല പഞ്ചായത്തുകളിലും ഈ കോലിബി സഖ്യമുണ്ടെന്ന് തുടങ്ങിയ ആരോപണങ്ങൾ അന്നേരം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഏത് രീതിയിലാണ് പ്രതികരിക്കാനുള്ളത്? അത് ഞാൻ മാറ്റണം. അത് കഴിഞ്ഞ തവണ നിങ്ങളോട് ഞാൻ പറഞ്ഞതാണ്. കോലിബി സഖ്യം എന്ന് പറയുന്നത് CPM-ഉം അതിന്റെ സഖ്യകക്ഷികളും എവിടെയൊക്കെ പരാജയം രുചിച്ചറിയാൻ പോകുന്നുണ്ടോ അതിനു മുൻപേയുള്ള ചില ജൽപ്പനങ്ങൾ മാത്രമാണ്. അത് അവരുദ്ദേശിക്കുന്നത് ചിലപ്പോൾ ചെറുതാഴം പഞ്ചായത്തും കുഞ്ഞുമംഗലത്തും ആയിരിക്കാം. അത് അവരുടെ പ്രവർത്തന രീതിയുടെ ഭാഗമാണ്. അവിടെ ഭാരതീയ ജനതാ പാർട്ടി ഇതുവരെ അധികാരത്തിലുണ്ടായിട്ടില്ല, മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇതുവരെ അധികാരത്തിലുണ്ടായിട്ടില്ല. അവരുടെ പഞ്ചായത്തുകളാണ്. അവരുടെ പഞ്ചായത്തിൽ അവരെ കൈവിട്ടു പോകുന്നുണ്ടെങ്കിൽ അതിന്റെ തീർച്ചയായ കാരണം CPM-ന്റെയും LDF-ന്റെയും പൊള്ളയായ നയങ്ങളും അതുപോലെ തന്നെ അവരുടെ ജനവിരുദ്ധ നയങ്ങളുമാണ്. അതിനിപ്പോ ഭാരതീയ ജനതാ പാർട്ടിയോ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് അന്ന് സംഭവിക്കുന്ന പോലെ ഇനിയും സംഭവിക്കും. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. തീർത്തും പ്രതീക്ഷിക്കാത്ത ഒരു റിസൾട്ട് ആയിരിക്കും ഒരുപക്ഷെ 13-ാം തീയതി ഈ വോട്ട് എണ്ണുമ്പോൾ സംഭവിക്കാൻ പോകുന്നു. മാടായിൽ ഉൾപ്പെടെ അപ്പൊ താമര വിരിയുന്ന സ്വാഭാവികമാണ്. മാടായിൽ ഉൾപ്പെടെ ഒരു പക്ഷേ എന്ന് പറയുന്നില്ല, തീർച്ചയായും മാടായിൽ ഉൾപ്പെടെ താമര വിരിയാനുള്ള സംവിധാനങ്ങളൊക്കെ ഇന്നത്തെ വോട്ടിംഗ് അനുസരിച്ചിട്ട് വോട്ടിങ്ങിന്റെ അടിസ്ഥാനപ്പെടുത്തി ഞങ്ങൾ കാണുന്നുണ്ട്. ഏത് വാർഡിലാണെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ മാടായി പഞ്ചായത്തിന്റെ വാർഡുകളിൽ താമര വിരിയും. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും BJP ജില്ലാ നോർത്ത് വൈസ് പ്രസിഡന്റ് AV സനിലാണ് നമ്മളിവിടെ ചേർന്നത്. അപ്പോൾ വോട്ടെടുപ്പ് ഇനി അല്പം ചുരുങ്ങിയ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. പലയിടത്തും പല പഞ്ചായത്തുകളിലും പല വാർഡുകളിലും താമര വിരിയും എന്നൊക്കെയാണ് BJP നേതാക്കൾ എന്തായാലും പറയുന്നത്. നികേഷ് താവത്തിനോടൊപ്പം ഷാരിമ രാജൻ, കണ്ണൂർ വിഷൻ.